ലോകത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും മികച്ചതുമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അമേരിക്കക്കാർ പോലും പറയുന്ന ഒരു പേരായിരിക്കും S-400 അഥവാ S-400. ഈ S-400ന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ S-500 റഷ്യ നിർമ്മിച്ചു എന്നും ഇല്ല എന്നുമൊക്കെയുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും S-400 ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അത്യാധുനികമായിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് 5 S-400 യൂണിറ്റുകൾ വാങ്ങാനാണ് കരാറുണ്ടാക്കിയത്. ഈ കരാർ അനുസരിച്ച് റഷ്യ 3 എണ്ണം നമുക്ക് തന്നു എന്നാണ് സൂചന. എന്നാൽ ഇപ്പോഴും 2 എണ്ണം നൽകിയിട്ടില്ല. അപ്പോൾ ഈ 2 എണ്ണത്തിന് ഡിലേ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായ യുദ്ധവും അത് നീണ്ടുപോയതുമൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. അതിനകത്ത് S-400 നിർമ്മിക്കാനുള്ള ടെക്നോളജി, സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകാമെന്നും അപ്പോൾ ഇന്ത്യക്ക് ആവശ്യത്തിന് ഇത് നിർമ്മിക്കാൻ സാധിക്കും എന്നും ഇന്ത്യയെ റഷ്യ അറിയിച്ചു എന്നതാണ് സൂചന. ഇത് സംബന്ധിക്കുന്ന മറ്റെന്തെങ്കിലും ചർച്ചകൾ നടന്നോ എന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ Su-30 MKI ഒക്കെ ഇന്ത്യ നിർമ്മിക്കുന്നത് പോലെ നമുക്ക് S-400 ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ റഷ്യയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തപ്പോൾ ഉണ്ടായ അത്രയും തുക, 5 എണ്ണം നമ്മൾ വാങ്ങുന്നതിന് നമുക്ക് ചെലവ് വന്ന അത്രയും തുക നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേണ്ടി വരില്ല. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് S-400 കൂടുതൽ എണ്ണം വേണമെന്ന് തോന്നിയാൽ റഷ്യയുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയും. കാരണം അതിൻ്റെ ലൈസൻസ് തരുന്നതിനെ കുറിച്ചാണോ റഷ്യ പറഞ്ഞിരിക്കുന്നത്, അതോ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം എന്ന് വെച്ചാൽ റഷ്യക്ക് ഒരു റോളും ഉണ്ടാവില്ല എന്ന രീതിയിലാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ റഷ്യ തരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ലൈസൻസിൽ ഇന്ത്യയെ നിർമ്മിക്കാൻ അവർ ഓക്കെ പറഞ്ഞാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. കാരണം റഷ്യയുടെ ആശ്രയം നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് അവരുടെ ലൈസൻസ് വെച്ചിട്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. ഇനിയിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ നമുക്കറിയാം, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് റഷ്യയും US തമ്മിലുള്ള റിലേഷൻ വളരെ വേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രംപ് വന്നെങ്കിലും 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഭരണമാറ്റം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ റഷ്യ അമേരിക്ക ബന്ധം വീണ്ടും വഷളായി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഉപരോധങ്ങൾ അമേരിക്ക റഷ്യയുടെ മേൽ ചുമത്താനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ അത് ബാധിക്കാം. മാത്രമല്ല റഷ്യയ്ക്ക് ഒരു എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. റഷ്യയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉപരോധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും റഷ്യയ്ക്ക് നേരിടേണ്ടി വരില്ല. മാത്രമല്ല റഷ്യയ്ക്ക് മാൻ പവർ കുറവാണ്. 14 കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ സാലറിയും കാര്യങ്ങളും ഒക്കെ കൂടുതലായതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. എന്നാൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കുറച്ച് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകതയായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഇന്ത്യ പ്രോജക്റ്റ് കുശ എന്ന പേരിൽ ഒരു 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നുണ്ട്. S-400ന്റെ ഒരു പതിപ്പ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വേർഷനാണ്. അതിന് പകരം ഒരു സ്വന്തം നിലയിൽ ഒരെണ്ണം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യ പ്രോജക്റ്റ് കുശിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി കൈമാറ്റമാണോ റഷ്യ ഓഫർ ചെയ്ത് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും റഷ്യ S-400ന്റെ ടെക്നോളജി ഇന്ത്യക്ക് ഓഫർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രോജക്റ്റ് കുശ അത് ഒരു സൈഡിൽ നടക്കും. എന്നാൽ S-400 നമുക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ ചിലപ്പോൾ സാധിച്ചേക്കും. എന്ന് വെച്ചാൽ റഷ്യ ഇത് ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത്, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാനിടയുള്ള ഉപരോധങ്ങളെ മറികടക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ റഷ്യയ്ക്ക് അതിന് ലാഭമുണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ പ്രോഫിറ്റിന്റെ ഒരു പങ്ക് റഷ്യയ്ക്ക് കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ റഷ്യയുടെ ഒരു S-400 ഇന്ത്യയിൽ നിർമ്മിച്ച് നമ്മൾ വേറൊരു രാജ്യത്തിന് സെയിൽ ചെയ്താൽ റഷ്യയ്ക്കും കൂടി അത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ ഇതിന്റെ പുറകിലുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ കാര്യത്തിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. റഷ്യ ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളത്. ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടന്നു എന്നോ ഇന്ത്യ ഓഫർ സ്വീകരിച്ചോ എന്നോ ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.